തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം. മുട്ടത്തറയിൽ നിന്ന് ടെസ്റ്റിനുള്ളത് 6 പേർക്കാണ്. താൽപര്യമുള്ളവർക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. CATU ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, ഇത്തരത്തിൽ പരിഷ്കരണം നടത്തിയതിനെതിരെ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതിന് വലിയ പ്രതിഷേധത്തിലേക്കാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും കടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇവിടെ മുട്ടത്തറ MVDയുടെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ മുന്നിലുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്ന് 6 പേരാണ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആകെ ഒരാൾ മാത്രമാണ് നിലവിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. മറ്റാരും ഇവിടെ എത്തിയിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടനകളുടെയും അതിനൊപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. CATU അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഈ പുതുക്കിയ മാർഗനിർദ്ദേശം, ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള പുതുക്കിയ ഉത്തരവ് അത് പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ ഈ വലിയ രീതിയിൽ ഈ റോഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. അതിനൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്റ്റേഡിയത്തിൻ്റെ ഈ പരിസരത്തിൻ്റെ കാര്യത്തിലും വലിയ രീതിയിലുള്ള മോഡിഫിക്കേഷനാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഡ്രൈവിംഗ് സ്റ്റേഡിയങ്ങൾ ആവശ്യമാണെന്നാണ് സർക്കുലർ പ്രകാരം പറയുന്നത്. പക്ഷേ ഇതുവരെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിലും ഈ സംഘടനകളുടെ നേതൃത്വം വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം നേരത്തെ 100ഓളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഒരു സമയത്ത് ഒരു ദിവസം നടത്തിയിരുന്നു. ഇതിൽ പരിമിതപ്പെടുത്തി നേരത്തെ 30 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നവരുടെ എണ്ണം ഉണ്ടായത്. അത് മാറ്റം വരുത്തി നിലവിൽ 60 ടെസ്റ്റ് വരെ നടത്താമെന്ന് മന്ത്രി നിർദ്ദേശിച്ചെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് നിലവിൽ വന്നിട്ടില്ല. ഇതിലൊക്കെ പ്രതിഷേധിച്ചാണ് ഇന്ന് ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കുന്ന സമയത്ത് തൊഴിലാളി സംഘടനകളുടെയും അതായത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങൾ അത് 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് മറ്റൊരു ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ കേരളത്തിലെ വാഹനങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 22 വർഷത്തോളമാണ്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങൾ ഇത്തരത്തിൽ 15 വർഷം കാലപ്പഴക്കം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തൊഴിലാളി സംഘടനകളുടെയും ഒപ്പം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഈ ഗ്രൗണ്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കയറ്റം ഇറക്കം തുടങ്ങിയ കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ ട്രാക്കുകളുടെ കാര്യങ്ങൾ, ഇതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പരിഷ്കാരമാണ് സർക്കുലർ കൊണ്ടുവന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇതൊരു നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സംഘടനകളുടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കാര്യം പരിശോധിക്കുന്നത്. ഈ ഗ്രൗണ്ടുകളൊക്കെ തന്നെയും ഇവരുടെ ഈ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇവർ ഒരു ഷെയറിട്ട് നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യം അത് ഈ സർക്കുലർ വന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കിടയിലും സംഘടനകൾക്കിടയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ച സമയം മുതലുള്ളത്. ഇന്ന് 6 പേരാണ് ഇവിടെ മുട്ടത്തറയുള്ള MVDയുടെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷനിൽ എത്തിയത്. 6 പേരാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ പക്ഷേ ഈ 6 പേരിൽ ഒരാൾ മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതും പ്രതിഷേധങ്ങൾ മറികടന്നാണ് ഈ ടെസ്റ്റ് ചെയ്യാൻ എത്തിയ വ്യക്തി ഈ ഗ്രൗണ്ടിനകത്തേക്ക് കയറിയത്. പക്ഷേ ഗ്രൗണ്ടിനകത്തേക്ക് കയറി എന്നതിനപ്പുറത്തേക്ക് ടെസ്റ്റ് നടത്തുന്ന കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. സുലേഖ, അതോടൊപ്പം തന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം അത് പ്രധാനമായും പഴയ രീതിയിലാക്കണമെന്നാണോ ഇത്തരത്തിൽ ഈ ഒരു ഉടമകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്? കാരണം ആദ്യം തുടക്കം മുതലേ തന്നെ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവരുടെ നിലപാട് എന്താണ് സുലേഖ? തീർച്ചയായും ഫെബ്രുവരിയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് മോട്ടോർ വെഹിക്കിൾ വകുപ്പിന്റെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള ഉത്തരവ് വരുന്നത്. ആ സമയത്ത് 100ഓളം ടെസ്റ്റുകളാണ് ദിനംപ്രതി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഉത്തരവ് പ്രകാരം നേരത്തെ നിർദ്ദേശപ്രകാരം 30 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമായി ചുരുക്കുകയായിരുന്നു. എന്നാൽ ഈ 30 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ചുരുക്കിയ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് തൊഴിലാളി സംഘടന
സംഘടനകളുടെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും നേതൃത്വത്തിൽ ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ മന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകുകയുണ്ടായിരുന്നു 30 എന്നുള്ളത് 60 ആക്കി മാറ്റാം എന്നുള്ളൊരു നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ ഉടമകളുടെയും ഒപ്പം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും ഒപ്പം തൊഴിലാളി സംഘടനകളുടെയും പ്രതിഷേധം അന്ന് അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശത്തിന് അപ്പുറത്തേക്ക് ഉത്തരവായി വന്നിട്ടില്ല എന്നതുകൂടി ഇന്ന് നടക്കുന്ന പ്രതിഷേധത്തിൽ വലിയൊരു കാര്യമായി തൊഴിലാളി സംഘടനകളും ഒപ്പം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഇന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പുതുക്കിയ ഉത്തരവ് അല്ലെങ്കിൽ ആ നിർദ്ദേശം ഉത്തരവായി മാറ്റി ആ ഉത്തരവ് പ്രാബല്യത്തിൽ വരണമെന്നാണ് ഈ ഉടമകളുടെ ആവശ്യം, തൊഴിലാളി സംഘടനകളുടെ ആവശ്യം എന്ന് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇന്ന് മുട്ടത്തറ MVDയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്റ്റേഷനിൽ നടക്കുന്നത്. ആതിര. ശരി സുലേഖ, തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധമുണ്ട്. മുട്ടത്തറയിൽ എന്ന ടെസ്റ്റിനുള്ളത് 6 പേരാണ്. താല്പര്യമുള്ളവർക്ക് മാത്രം ടെസ്റ്റിൽ പങ്കെടുക്കാമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നൊരു സാഹചര്യമുണ്ട്. സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.